നമുക്ക് പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ അങ്ങ് ഇരിക്കാം. കാരണം അവൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് അവൾ പറഞ്ഞതുപോലെയൊന്നും അല്ല, അവളെ കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യുന്നോടം വരെ അങ്ങനെ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയും. ഹിന്ദു ആണോ? കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിനെ പറ്റിയിട്ടുള്ള കുറേ അലിഗേഷൻസ്. അതായത് ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഷോപ്പിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ, അതുമാത്രമല്ല അവിടെ ഇൻ്റർവ്യൂവിൽ പോയ ആൾക്കാരുടെ അനുഭവങ്ങൾ, പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ അവിടെ അവർക്ക് സാലറി കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ കേട്ടുകൊണ്ട് വരുവാണ്. അപ്പം ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ അവർ വന്നിട്ട് പറഞ്ഞു അവരുടെ ഈ പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന സംഭവം അവർ ക്ലോസ് ഡൗൺ ചെയ്യുവാണ്, അവരത് നിർത്തുവാണെന്നൊക്കെ വന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ആലോചിക്കുന്നത് ഈ ഒന്നോ രണ്ടോ അലിഗേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഒറ്റയടിക്ക് ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്, അതെന്തിനാണ് ഒറ്റ ദിവസം കൊണ്ട് അവരത് നിർത്തുന്നത് എന്ന് തന്നെ എനിക്കറിയത്തില്ല. അതിൽ തന്നെ എന്തോ ഒരു കള്ളത്തരമാണ് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ആക്ച്വലി ഒരുപാട് ആൾക്കാർ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഡേ ബൈ ഡേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന സ്ഥാപനത്തെ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവ്സ് വന്നു തുടങ്ങിയത് കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അനുഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസുകൾ ഒരുപാട് കമൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ വിഷയങ്ങളിലോട്ടുള്ള തുടക്കം. ഇപ്പം കുറച്ച് മുന്നേ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ പറയുന്ന കൺമണിയെ നേരിട്ട് പോയി കണ്ടിട്ട് എങ്ങനെയെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം, അതുമാത്രമല്ല എങ്ങനെയെങ്കിലും കരഞ്ഞ് മെഴുകിയിട്ട് കൺമണിയെ കയ്യിലെടുക്കണം, നമുക്ക് ഒരു മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഉള്ളൊരു വോയിസ് ആണെന്ന് തോന്നുന്നു. അതങ്ങനെ എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന എന്ന് തന്നെ പറയാം. എല്ലാ നെഗറ്റീവ് വീഡിയോകളിലും ചെന്നിട്ട് പോസിറ്റീവ് കമൻസ് ഇടുക എന്നൊക്കെ പറഞ്ഞുള്ളൊരു വോയിസ്. നമുക്ക് എന്തായാലും ആ വോയിസ് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. നമ്മളെന്തായാലും ഇതിനെതിരെ നമ്മളിങ്ങനെ ചത്ത പോലെ ഇരിക്കാതെ നമുക്ക് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളാണെങ്കിലും മാക്സിമം പോയിട്ട് വരുന്ന വീഡിയോസിനൊക്കെ കമൻറ്റൊക്കെ ഇടുക. നമ്മുടേതായ അനുഭവം, നമുക്ക് അവിടെ നിന്നുണ്ടായ അനുഭവം ജെന്യുവനായിട്ട് പോയി ഓരോ കമൻറ്റിൻ്റെ അടിയിലും ഓരോ വീഡിയോസിൻ്റെ അടിയിലൊക്കെ പോയി പറയണം. അതിപ്പോൾ നമ്മുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയൊക്കെ കാര്യം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് നാളെ മറ്റേ കൺമണിയുടെ വീട് വരെ നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ അങ്ങ് ഇരിക്കാം. കാരണം അവൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് അവൾ പറഞ്ഞതുപോലെയൊന്നും അല്ല, അവളെ കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യുന്നോടം വരെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവരുടെ വീട്ടിൽ പോയിരുന്ന് അതിനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഡീൽ ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് സഹകരിച്ച് കൂടെ നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഇത് വോയിസ് കേട്ടതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയണം. എന്നിട്ട് വേണം നമുക്ക് നാളെ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ അത് പ്ലാൻ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ വോയിസ് കേൾക്കുന്നവർ അവരുടേതായ അഭിപ്രായങ്ങൾ താഴെ ഇടണേ. നമ്മളെല്ലാവരും ആണെങ്കിൽ ഈ മാസം ഇത്രയും സാലറി ഒക്കെ മേടിച്ചു. അപ്പം മാം ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെയൊക്കെ നിന്നിട്ട് നമുക്ക് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റും, നമുക്ക് ഇതേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും കണ്ടുപിടിക്കുക അവിടെ ചെന്നിട്ട് എന്ത് പറയണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ, അതിപ്പം അവരെങ്ങനെയും കണ്ണീര് കാണിച്ച് അലറി നിലവിളിച്ച് അവരുടെ മുന്നിൽ സിമ്പതിയോടെ, അതായത് അവരെ വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ സിമ്പതിയോടെ ചെയ്ത് അവരെ നമ്മൾ കയ്യിലെടുക്കണം. എന്നിട്ട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് എന്നിട്ട് അവരെ കൊണ്ട് നമുക്ക്. അപ്പം നിങ്ങളിത് കേട്ടല്ലോ, എങ്ങനെയെങ്കിലും കൺമണിയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ഇടിപ്പിക്കണം. കാര്യം ഒരുപാട് നെഗറ്റീവ് പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ആയാലും അത് ബാധിക്കും, ഈ പറയുന്ന സ്ഥാപനത്തിനെ ബാധിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പറയുന്ന പെൺകുട്ടി പറയണത്. എനിക്ക് തോന്നുന്നു അവിടെ വർക്ക് ചെയ്യുന്ന എങ്ങാണ്ട് കുട്ടിയാണ്. അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, മാം നമുക്ക് ഇത്രയും സാലറി ഒക്കെ തന്നിട്ട് നമ്മൾ ഇതെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ഏതോ ഗ്രൂപ്പിലെങ്ങാണ്ട് വന്നൊരു വോയിസ് ആണ്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പം ഇനി വേറൊരു കാര്യം പറയാം. ഈ ഒരു സ്ഥാപനത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന പക്ക ഉടായ്പ പരിപാടിയാണ്. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. ഇത് ഈ ഒരു സംഭവം വോയിസ് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് 10-40,000 രൂപ സാലറിയൊക്കെ ഓഫർ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് കിട്ടുന്നത് ആകെ 10-15,000 രൂപ കിട്ടും. പിന്നെ അത് മാത്രമല്ല ചിലവർ പറയുന്നത് ചിലവിന് പോലും പൈസ കിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് ഈ സത്യം പറഞ്ഞ ഈ ആൾക്കാരെ മൂഞ്ചിക്കാനായിട്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നത്? ഉള്ള കാര്യം ചോദിക്കുന്നത്. കാര്യം നിങ്ങൾ ഭയങ്കര വാഗ്ദാനങ്ങൾ കൊടുത്ത് കുറേ പാവപ്പെട്ട ആൾക്കാർ അതിനകത്ത് ചെന്ന് വിടും. മനസ്സിലായില്ലേ? എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, വീട്ടിലെ സാഹചര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരവിടെ ചെന്നിട്ട് ഈ ഷോപ്പിൽ ചെന്നത് അവരുടെ ലൈഫിൽ അവർക്കൊരു വലിയ പിടിവള്ളിയായിട്ടായിരിക്കും. അത് മേ ബി അവർ ഭയങ്കര ഹോപ്പ് വെച്ചുകൊണ്ടായിരിക്കും അവർ ആ ഷോപ്പിൽ ജോലിക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ചെന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അവർ പെട്ടുപോകും. അവർ ഉദ്ദേശിച്ച സാലറി കിട്ടുന്നില്ല, അവർക്ക് ചിലവിന് പോലും പൈസ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വെറും മൂഞ്ചിക്കുന്ന പരിപാടി തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂവിൽ പോയ ഒരു പെൺകുട്ടിയുടെ അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട്. കൃഷ്ണ സുജിത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആ ഒരു ഫുൾ വീഡിയോ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.
ഞാൻ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ CV ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർ ആ ലേഡി ഇല്ലേ, ആ ലേഡിയുടെ ഹസ്ബൻഡാണ് എനിക്ക് റിപ്ലൈ തന്നത്. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ വേണം, അതുപോലെ തന്നെ ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്നത് ഹൈറ്റ്, അതുപോലെ തന്നെ ബ്യൂട്ടി, അതായത് കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അങ്ങനെ 3-4 കണ്ടീഷൻസ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഫുൾ സൈസ് ഫോട്ടോ, അതും ഒരെണ്ണം പോരാ 2 ഫോട്ടോ വേണമായിരുന്നു. അങ്ങനെ ഫുൾ സൈസ് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ഓക്കെ, ഇന്ന ദിവസം ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിന് വരണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കാം. അതായത് അങ്ങനെ തീരുമാനിക്കാം, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ വന്നോളൂ, ഇന്ന ദിവസം ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന ദിവസം വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീട് പറയുന്നത് തൃശ്ശൂരാണ്, അപ്പോൾ ഇത് അടൂരാണ് കേട്ടോ, പത്തനംതിട്ട അടൂരാണ്. അപ്പോൾ അങ്ങനെ ഒരു ശനിയാഴ്ച ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 1 ഇയർ മുന്നുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ഈ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർ കുഴപ്പമില്ല വന്നോളൂ, ഇൻ്റർവ്യൂവിന് ഡയറക്റ്റ് വരാൻ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഇവർ ഈ പറയുന്ന ഹൈറ്റും ഈ പറയുന്ന നിറം കാര്യങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവർ ജോലിക്കെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും എന്തിനാണ് അങ്ങനെ ജോലിക്കെടുക്കുന്നത്? ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ജോലിക്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യം നമ്മൾ വെളുത്തിട്ടിരിക്കുവാണോ നമ്മൾ കറുത്തിട്ടിരിക്കുവാണോ അതൊക്കെ നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാര്യം അവിടെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മൾ ഓൺലൈനിൽ കൂടെ നമുക്ക് അവർക്ക് ഒരു ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിനകത്ത് അവർ ഓരോ ഈ ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്ന സമയത്ത് അവർ കുറച്ച് മൊബൈൽ നമ്പേഴ്സ് മെൻഷൻ ചെയ്യും. അപ്പോൾ ആ മൊബൈൽ നമ്പേഴ്സിനകത്ത് നമുക്ക് ആർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിലിപ്പോൾ വർക്ക് ചെയ്യുന്ന കുറേ കുട്ടികളൊക്കെ അതിനകത്തുണ്ടല്ലോ, അപ്പോൾ അവർക്കായിരിക്കും ഈ പറയുന്ന മെസ്സേജ് പോണത്. അപ്പോൾ അവരുമായിട്ടാണ് ഈ ഡീൽ ചെയ്യണതും എടുക്കുന്നതും പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ പിന്നെ കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നെ അതിനകത്തൂടെ ആണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് എന്തിനാണ് ഈ വെളുത്തിട്ടിരിക്കുവാണോ കറുത്തിട്ടിരിക്കുവാണോ നോക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് അതും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് സത്യം പറഞ്ഞല്ല, വെറും കാണിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തെണ്ടിത്തരമാണ്. ഇത് പുറമേ വന്നിരുന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് സാലറി ചെയ്യും, വളരെ 3 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി, ഇവിടെ അടിച്ചു പൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ മെയിൻ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. പോയി ചെന്നത് ഇവരുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ മുകളിലാണ് ഈ ഓൺലൈൻ ഓഫീസ് എന്ന് പറയുന്ന സംഭവം. ഇതൊന്നും ഇവർ ആഡിക്കോടെയോ വേറെ ഒന്നിക്കോടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഷോപ്പിൽ തന്നെയാണ്, അവിടെയാണ് നമ്മുടെ ഓൺലൈനും വർക്ക് ചെയ്യണമെന്നൊക്കെയാണ് ആദ്യം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് വീടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന്, അതായത് കുറച്ച് ഉൾഗ്രാമമാണെന്ന് തന്നെ പറയാം, അങ്ങനെ പറയാം, ഒരു ഉൾഗ്രാമമാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക, ഒരു ഡാർക്ക് അടിച്ചു. എനിക്ക് അത്രയും കൂടി തോന്നിയില്ല. എന്തായാലും വന്നതല്ലേ, ഇത്രയും ദൂരം വന്നതല്ലേ, തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്തിട്ട് പോവാം. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഈ ഓണറുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളാണ് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നു. കുറേ പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം ഒരു 100-150 പേരൊക്കെ ഞാൻ ചെന്ന ടൈമിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സെക്ഷനിൽ കയറി അങ്ങനെ ഓരോ ക്ലാസ്സൊക്കെ കേട്ടപ്പോഴാണ് പറയുന്നത്, അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ലേഡീസിന് കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് ഈ ജോബ് എന്ന് പറയുന്നത്. ഞങ്ങൾ ലേഡീസിന് കൊടുക്കുന്ന ഒരു അവതാര്യമാണ് ഈ പറയുന്ന ജോലി എന്ന്. ആ ഒരു വേർഡിൽ തന്നെ വ്യക്തമാണ് ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ സ്വഭാവം എന്താണെന്നും കാണിക്കുന്ന ഉടായ്പ പരിപാടികളാണെന്നും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ, തൃശ്ശൂരിൽ നിന്നാണ് ഈ പറയുന്ന സ്ഥലത്ത് പോയി ഇത്രയും മെനക്കെട്ട് അടൂർ വന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, അതായത് എന്തുകൊണ്ട് അവിടെ ചെന്നു, അവർ മാർക്കറ്റ് ചെയ്ത രീതി ഉണ്ടല്ലോ, ഭയങ്കര സാലറി കൊടുക്കും, ഭയങ്കര സംഭവമാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ചെല്ലുന്നത്. ഇതുപോലെയാണ് പല സ്ഥലത്തിൽ നിന്നും ഓരോ പെൺകുട്ടികൾ ചെല്ലുന്നതായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും മേ ബി ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് അവർ കയറും. സത്യം പറഞ്ഞാൽ അവരൊക്കെ പെട്ടുപോകുന്ന അവസ്ഥയാണ്. കാര്യം എന്നിട്ട് അവർ ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ അടിക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ സത്യം പറഞ്ഞാൽ വന്നിരുന്ന എന്തോ ഒരു മാർക്കറ്റിംഗ് ആടെ വന്നിരുന്നത്. അവർ വന്നിരുന്ന് പറയുന്ന ഡയലോഗ് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ ഈ ഒരു വിഷയത്തിൽ കൊടുക്കണം. കാര്യം ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്ത് വന്ന് ജോലി ചെയ്ത് മുന്നേ പറഞ്ഞൊരു കാര്യം പല ഹോപ്പും ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഈ ഒരു ജോലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാര്യം ഈ പറയുന്ന സാലറി കാര്യങ്ങൾ അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഇവിടെ ജോലി ചെയ്യണത്.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൊക്കെ വന്നിരുന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സാലറിയും കൊടുക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആര് സത്യം പറഞ്ഞ ജോലി ചെയ്യും? ഇപ്പോഴും അവിടെ ആൾക്കാരൊക്കെ ഇതുപോലെ ഇതും സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഇത് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് ഇവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളും അവിടെ ഈ പറയുന്ന ഓരോരുത്തരുടെ അടുത്തും ചോദിക്കണം. ഇത് പറയുന്ന പ്രോപ്പറായിട്ട് സാലറി കിട്ടുന്നുണ്ടോ, അതോ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഉടായ്പാണോ എന്നൊക്കെയുള്ള രീതി അന്വേഷിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എന്ത് വിശ്വസിച്ചാണ് ഓരോ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യണത്? ഇതിപ്പം നിങ്ങൾ ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന അവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾ ഒന്നെങ്കിൽ ഈ നിങ്ങൾക്കെതിരെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് അലിഗേഷൻസ് വന്നല്ലോ, അവർക്ക് നിങ്ങൾ പ്രോപ്പർ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങൾ കാണിക്കുക. അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്നിട്ട് ഞങ്ങളിത് പൂട്ടിക്കെട്ടുവാണെന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാം പക്ക ഉടായ്പാണെന്ന്. എന്തായാലും ബാക്കിയുടെ കണ്ടുനോക്കാം. ലേഡീസിന് കൊടുക്കുന്ന ഔദാര്യം, ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരിക്കലും ഇവിടെ വർക്ക് ചെയ്യണ്ട, കിട്ടിയാലും വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള വന്ന പിള്ളേരുകളൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവർ കളറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കളർ കണ്ടിട്ടാണ് ഇവർ എടുക്കുള്ളൂ, ബ്യൂട്ടി ആയിരിക്കണം, നല്ല ഫെയർ ആയിരിക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൾ പറയാണ് ഞങ്ങൾ ലേഡീസിന് കൊടുക്കുന്ന ഔദാര്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ചെയ്താൽ പോരെ, ഇത്രയും എക്സ്പെൻസ് വരുമോ, AC അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യണതല്ലേ, അപ്പോൾ ഒരുപാട് എക്സ്പെൻസസ് അയച്ചിട്ടാണ് ഞങ്ങൾ ഈ ലേഡീസിന് ഈ ഞങ്ങളുടെ ഔദാര്യമായിട്ടുള്ള ഈ ജോബ് കൊടുക്കണേ എന്നുള്ള ഡയലോഗ്സാണ് അവിടെ മെയിനായിട്ടും പറഞ്ഞത് ആൾ. അങ്ങനെ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയും. ഹിന്ദു ആണോ, ഹിന്ദുവിൽ ഏതാണ് വരുന്നത്, അങ്ങനെ പിന്നെന്താ ഫാമിലി പരമായിട്ടും ഹസ്ബൻഡായിട്ട് വഴക്കാണോ, അതുകൊണ്ടാണോ ഇത്രയും ദൂരത്തേക്കുള്ള ജോബ് നോക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വലായിട്ട് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് നോക്കി. അന്നേരം ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുവെന്ന്, കല്യാണം കഴിച്ചതാണോ, ഏത് കാസ്റ്റാണ്, എന്തിനാ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം? എന്ത് കല്യാണം ആലോചിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ല, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യം? വളരെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഒരു കാരണവശാലും ചോദിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല. അവിടെ ജോലിക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക, ഈ പറയുന്ന വ്യക്തി ജെനുവിനാണോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ജോലിയുടെ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന രീതി ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിനകത്ത് വേറൊരു കോമഡി എന്തോന്ന് അറിയാം നിങ്ങൾക്ക്. ഈ പറയുന്ന ആൾക്കാർ ഇതിൽ വന്ന് ജോലി ചെയ്യും. ഇതിന് വന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഫിക്സഡ് സാലറി എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തില്ല. അവർ പറയണത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പം ഇതിൽ വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് ഇന്നലെ അൽത്താഫ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലിൽ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഏകദേശം 4 ലക്ഷം അടുപ്പിച്ച് സെയിൽസ് നടത്തി. എന്നിട്ട് ഒരു മാസം ഏകദേശം 33,000 രൂപ കിട്ടേണ്ട സാലറി ആയിരുന്നു. അതിനകത്തുനിന്ന് ഇവർ ഡെപ്പോസിറ്റ് ചാർജ് എന്നും പറഞ്ഞ് 10,000 രൂപ അവർ കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഫുഡെന്നും പറഞ്ഞിട്ട് 1,500 വെച്ച് അങ്ങോട്ട് പിന്നെയും കട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. എന്താണ് ഡെപ്പോസിറ്റ് ചാർജ് എന്ന് ചോദിച്ചപ്പം പറയണ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നാളെ ഒരു കാലത്ത് അങ്ങാണ്ട് ഇവിടുന്ന് ജോലി അങ്ങോട്ട് വിട്ടിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അങ്ങാണ്ട് കുറച്ചാൾ കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്നോ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളാണ് അടിക്കുന്നത്. എന്തോന്നും ഇത് ഗവൺമെൻറ് ജോലി എങ്ങാണോ ഈ പറയുന്ന പ്രൗഡ് ഓഫ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുക എന്ന് പറയുന്ന കണക്ക് എന്തോ ഒരു ഉടായ്പാന്ന് ആലോചിച്ച് നോക്കി. കാര്യം മന്ത്ലി ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാ ഷോപ്പിലും, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കാറിൻ്റെ ഷോറൂം തന്നെ എടുക്കാം. കാറിൻ്റെ ഷോറൂമിൽ പോയി ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് നിങ്ങളുടെ ജോബെങ്കിൽ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്ക്, ഇവിടെ ഏകദേശം 4 ലക്ഷം അടുപ്പിച്ച് എങ്ങാണ്ട് സെയിൽസ് നടത്തിയിട്ട് ആ കുട്ടിക്ക് എങ്ങാണ്ട് കിട്ടിയത് വളരെ തുച്ഛമായ പൈസയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാണിക്കുന്നത് നമ്പർ 1 ഉടായ്പാണെന്ന്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അവർ തന്നെ വന്നിരുന്ന് ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഇനിയിപ്പം ഡേ ബൈ ഡേ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് പിന്നെ കൺമണിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, ഗൂഢാലോചന ചെയ്യുക. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഉടായ്പാണ്. ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ അവർ തന്നെ വന്നിരുന്ന് ക്ലാരിറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ പറയുന്നത് നമ്മളെല്ലാവരും ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടും വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരു നൈസായിട്ട് വന്നിരുന്ന് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ആ സാധനം അങ്ങ് ക്ലോസ് ഡൗൺ ചെയ്ത്, നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു അവർക്ക് അല്ലാത്ത ഷോപ്പും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നേരിട്ട് പോയി കഴിഞ്ഞാൽ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനകത്താണ് ഏറ്റവും കൂടുതൽ അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. മേ ബി ഇനിയിപ്പോൾ ഒരുപാട് കേസസ് കുത്തിപ്പൊങ്ങി വരുന്നതിന് മുന്നേ നൈസായിട്ട് പൂട്ടിയതായിരിക്കാം, അങ്ങനെയും ചാൻസ് ഉണ്ട്.
എന്തായാലും കൊള്ളാം. ഈ ഒരു സംഭവം എന്തായാലും അടൂരാണ്. അപ്പോൾ അടൂരുള്ള ആൾക്കാർ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.